കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി ഏതായാലും വീട് വിട്ട് പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ നികേഷിനും ഹരീഷിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അത്. ഇത്രയുമൊക്കെ പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ഇനി നിധി എവിടെ നിൽക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ താൻ എവിടെ നിന്നും എങ്ങോട്ടേക്കും പോകില്ല, ഇവിടെ നിന്ന് തന്നെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് എന്ന് നിധി പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസമായി. ജോലിക്ക് പോയിക്കോളാമെന്ന് അവൾ സമ്മതിച്ചതോടുകൂടി തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അങ്ങനെ നിധി അകത്തേക്ക് കയറിപ്പോയപ്പോൾ സുഭാഷേട്ടൻ ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ അടുക്കളയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. ആ സമയത്തിന് ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു. അവൻ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല സുഭാഷേട്ടാ, ഞാൻ ചേട്ടനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറയും. എടാ, നീ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. നീ അറിയാതെ പറ്റിപ്പോയതല്ലേ, നിനക്കറിയാതെ പറ്റിയതല്ലേ, നീ സോറിയും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിച്ചു. എന്നാലും സുഭാഷേട്ടൻ എപ്പോഴാണ് ഇവർ തമ്മിൽ പ്രണയിച്ചില്ല കല്യാണം കഴിച്ചതാണെന്ന് മനസ്സിലായത് എന്ന് ഹരീഷ് ചോദിച്ചു. അത് റിസപ്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്ന് പറയാണ് സുഭാഷ്. അന്നേരം നികേഷും അങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് എന്താ സുഭാഷേട്ടാ ഞങ്ങളോട് ഈ ഒരു കാര്യം പറയാതിരുന്നത് എന്ന് അവൻ ചോദിച്ചു. എടാ, നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സങ്കടമാവില്ലേ, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് അദ്ദേഹം മറുപടി നൽകി. എന്നാലും ഞങ്ങളോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നു, എങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു. അത് ശരിയായിരിക്കാം, പക്ഷേ സുധീഷിൻ്റെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമം തോന്നി. കാരണം അവൻ ഇപ്പോഴും നിധിയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സുഭാഷ് പറയാണ്. ചിലപ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാവുകയും ഒരു പക്ഷേ അവർ രണ്ടുപേരും ഒരുമിക്കുകയും ചെയ്യുമായിരിക്കുമെന്ന് ഹരീഷ് പ്രത്യാശയോട് പ്രകടിപ്പിച്ചു. അത് ഉറപ്പുള്ള കാര്യമല്ലേ. ഇപ്പോഴത്തെ ഈ പിണക്കമൊക്കെ മാറിക്കഴിഞ്ഞാൽ നിധിയേട്ടത്തെ സുധീഷേട്ടനെ സ്നേഹിക്കും, അവർക്ക് നല്ലൊരു ജീവിതമുണ്ടാവും, നികേഷ് പറഞ്ഞു. അവൻ ഇടയ്ക്ക് ചില നുണകളൊക്കെ പറയുമെങ്കിലും ആള് പാവമാണ്, ആർക്കാണെങ്കിലും അവനൊരു ദ്രോഹം ചെയ്യില്ല എന്ന് സുഭാഷ് കൂട്ടിച്ചേർത്തു. അവന് നല്ലൊരു ജീവിതമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും നിധിയെ പോയിട്ട് ശല്യം ചെയ്യരുത്. ഞങ്ങൾ എന്തിനാണ് ശല്യം ചെയ്യുന്നത് എന്ന് നികേഷ് ചോദിച്ചപ്പോൾ സുധീഷും നിധിയും ഒന്നിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ നിർബന്ധിക്കരുത്. ഞങ്ങൾ എന്തിനാണ് ശല്യം ചെയ്യുന്നത് എന്ന് നികേഷ് ചോദിച്ചപ്പോൾ സുധീഷും നിധിയും ഒന്നിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അവളെ നിർബന്ധിക്കരുത് എന്നായിരുന്നു സുഭാഷ് പറഞ്ഞത്. അവൾക്ക് തന്നെ തോന്നിയിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരണം. ആ സ്നേഹം, അങ്ങനെയുള്ള സ്നേഹത്തിന് മാത്രമേ മൂല്യമുള്ളൂ. അല്ലാതെ ഒരാൾ നിർബന്ധിപ്പിച്ച് സ്നേഹിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും പാടില്ല, അതിനൊരിക്കലും ആയുസ്സുണ്ടാവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഹരീഷ് പറഞ്ഞു. അല്ല, നിധിയെടുത്ത് സ്നേഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് നികേഷ് വീണ്ടും ചോദിച്ചു. പിന്നല്ലാതെ എന്ന് സുഭാഷ് മറുപടി നൽകണേ. ആ സമയത്തന്നെ സുഭാഷ് അവിടെ ഇരിക്കുന്ന ഒരു മാമ്പഴം ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടോ ഈ മാമ്പഴം, ഇത് നല്ല പോലെ പഴുത്തതല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അതെ, ഇത് മുറിച്ചാൽ നല്ല രുചിയുണ്ടാവുമെന്ന് അവർ പറഞ്ഞു. അത് പിന്നെ പറയണോ, ഇത് ശരിക്കും മൂത്ത പഴമാണ്, കെമിക്കലൊന്നും അടിച്ച പഴമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ഇതിന് നല്ല മധുരം കാണുമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന മാമ്പഴത്തിന് മധുരം കുറവായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ എന്ന് നികേഷിനോട് ചോദിച്ചു. അതേട്ടാ എന്ന് അവൻ സമ്മതിച്ചു. അതുപോലെ തന്നെയാണ് സ്നേഹവും. നമ്മൾ നിർബന്ധിച്ച് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല, ഉള്ളിൽ നിന്ന് തന്നെ തോന്നണം, അങ്ങനെയുള്ള സ്നേഹമേ നിലനിൽക്കുള്ളൂ എന്ന് സുഭാഷ് ഉപമിച്ചു പറഞ്ഞു. ഇനി എന്ത് പറഞ്ഞാലും സുഭാഷേട്ടൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനവുമായിട്ടാണല്ലോ ഉപമിക്കുന്നത് എന്ന് ഹരീഷ് കളിയാക്കി. എങ്കിൽ ആ മാമ്പഴം ഒന്ന് മുറിച്ചു തരാൻ നികേഷ് പറഞ്ഞു. അങ്ങനെ ഹരീഷും നികേഷും ചേർന്ന് കൊടുത്തിന് ആ ഒരു മാമ്പഴം മുറിച്ചിങ്ങനെ കഴിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. നിനക്ക് മാമ്പഴം വേണോ എന്ന് ഹരീഷ് ചോദിച്ചു. പക്ഷേ തനിക്ക് വേണ്ട എന്നും താനിപ്പോൾ വലിയ സന്തോഷത്തിലാണെന്നും സുധീഷ് പറഞ്ഞു. നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു വട്ടമെങ്കിലും സംസാരിച്ചല്ലോ. ആ ഡിവോഴ്സിൻ്റെ കാര്യം നീ ചോദിച്ചില്ലായിരുന്നെങ്കിൽ നിധി അതിലേക്ക് തന്നെ പോയേനെ, അവൾ ഈ വീട് വിട്ടു പോയേനെ. നീ ചെയ്തത് വലിയൊരു കാര്യമാണെന്ന് സുധീഷ് ഹരീഷിനോട് പറഞ്ഞു. ആഹാ, അപ്പം നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ എന്ന് നികേഷ് ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇടക്ക് വഴക്കൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളുമെന്ന് ഹരീഷ് പറഞ്ഞു. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിധിയേട്ടത്തി നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഹരീഷ് സുധീഷിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ലെന്ന് സുധീഷ് പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്കിടയിലേക്ക് ഞാൻ വരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഏയ്, ഞങ്ങൾക്കിവിടെ വലിയ ഗൗരവമുള്ള കാര്യമൊന്നും പറയുന്നില്ല, ഏട്ടത്തി ഇങ്ങോട്ടേക്ക് പോരൂ എന്ന് നികേഷ് പറയാണ്. നിധി സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ അടുത്തേക്ക് വന്നു. നിധിയേട്ടത്തി ഒരു മാമ്പഴം എടുത്തോ എന്ന് നികേഷ് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയാണ് അവള്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് നിധി പറഞ്ഞു തുടങ്ങി. നിങ്ങൾ വലിയ എന്തെങ്കിലും ചർച്ച ചെയ്യാണോ എന്ന് അവൾ വീണ്ടും സംശയിച്ചു. ഈ തിരുവനന്തപുരം മൊത്തം ഒന്ന് വിലക്ക് വാങ്ങിക്കാനോ എന്ന് ആലോചിക്കുമായിരുന്നു എന്ന് സുധീഷ് തമാശ രൂപേണ പറയാണ്. കളിയാക്കൊന്നും വേണ്ട എന്ന് നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കളിയായിട്ടല്ല, സുഭാഷേട്ടൻ്റെ കല്യാണക്കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് നിധി പറഞ്ഞു. സുഭാഷേട്ടനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ആ ബ്രോക്കറോട് ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ട് നല്ലൊരു ആലോചന നോക്കിയാലോ എന്ന് നിധി ചോദിച്ചു. ഇതൊക്കെ നടക്കുമോ ഏട്ടത്തി? ഇതിനു മുൻപ് എത്ര ആലോചന വന്നു എന്നറിയാമോ? എല്ലാം വരും, പക്ഷേ ഒന്നും നടക്കില്ല എന്ന് നികേഷ് പറയും.
അതെന്താ അങ്ങനെയെന്ന് നിധി അത്ഭുതപ്പെട്ട് ചോദിച്ചപ്പോൾ സുഭാഷേട്ടന് ചിലരെ ഇഷ്ടപ്പെടും, പക്ഷേ അവർക്ക് ഇങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പെണ്ണുങ്ങൾ വാഴില്ലല്ലോ എന്നതായിരുന്നു വലിയ തടസ്സമെന്ന് നികേഷ് പറഞ്ഞു. എന്നിട്ട് അവൻ പെട്ടെന്ന് അങ്ങ് നിർത്തി. ഏട്ടത്തി എന്ന് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാണ്. നാട്ടുകാർക്കൊക്കെ ഏട്ടത്തി സുധീഷേട്ടൻ്റെ ഭാര്യയല്ലേ. ഇനി ഒരു പെണ്ണുള്ള വീടായതുകൊണ്ട് ചിലപ്പോൾ കല്യാണം നടന്നേക്കും. ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് കുട്ടികളെ വിടാൻ പലർക്കും പേടിയായിരിക്കുമെന്ന് നികേഷ് പറഞ്ഞു. എങ്കിൽ ആ ബ്രോക്കറെ വിളിച്ച് നല്ല ആലോചന കൊണ്ടുവരാൻ പറയാമെന്ന് നിധി പറഞ്ഞു. സുനന്ദയുടെ വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ സുനന്ദയുമായിട്ടുള്ള വിവാഹം തന്നെ നടന്നേനെ എന്ന് നിധി ഓർമ്മിപ്പിക്കാണ്. സുഭാഷേട്ടന് അവർ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അവൾ എടുത്തു പറഞ്ഞു. വീട്ടുകാർ സമ്മതിക്കേണ്ട ഏട്ടത്തി, സുനന്ദ ഇവിടേക്ക് വരുമ്പോൾ സുഭാഷേട്ടന് വലിയ സന്തോഷമാണ്. അവരുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ സുഭാഷേട്ടൻ അത് ഭയങ്കര സങ്കടമായി എന്ന് നികേഷ് പറഞ്ഞു. അതുകൊണ്ട് സുഭാഷേട്ടൻ്റെ കല്യാണം വേഗം തന്നെ നടത്തണം, അല്ലെങ്കിൽ സുനന്ദയുടെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷേട്ടൻ ആകെ തകർന്നു പോകുമെന്നും നിധി ഓർമ്മിപ്പിച്ചു. ഹരീഷും അത് ശരിവെച്ചു. സുനന്ദക്ക് സുഭാഷേട്ടനെ വലിയ ഇഷ്ടമാണ്. വേറെ ആലോചന വരുമ്പോൾ സുനന്ദക്ക് ടെൻഷനാണെന്നും അവൻ പറഞ്ഞു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വേറെ വഴി നോക്കാമെന്ന് സുധീഷ് പറയാണ്. മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്താലോ എന്ന് നിധി ചോദിച്ചു. സുഭാഷേട്ടൻ്റെ പേരിൽ ഒരു ഐഡിയ ഉണ്ടാക്കി ഡീറ്റെയിൽസ് എല്ലാം നൽകാൻ ആലോചനകൾ ഇങ്ങോട്ടേക്ക് വരുമെന്നും അവൾ വിശദീകരിച്ചു. അതൊരു നല്ല ഐഡിയ ആണെന്ന് അവർക്കും തോന്നി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഐഡിയ ഉണ്ടാക്കാൻ തുടങ്ങി. പേര് സുഭാഷ് ഭാസ്കരൻ, വയസ്സ് 32 വയസ്സുണ്ടോ സുഭാഷേട്ടനെ എന്ന് നിധി അത്ഭുതപ്പെട്ട് ചോദിച്ചപ്പോൾ ചേട്ടനെ കണ്ടാലൊന്നും അറിയില്ല, പുള്ളി ഇപ്പോഴും ചുള്ളനാണ് എന്ന് പറയാണ് നികേഷ്. ഫോട്ടോ ചോദിച്ചപ്പോൾ സുധീഷ് തൻ്റെ ഫോണിലെ കുറിച്ച് ഫോട്ടോസ് നോക്കി. പക്ഷേ കഴിഞ്ഞ തവണ പെണ്ണ് കാണാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ മതിയെന്ന് നികേഷ് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ ഒക്കെ സെറ്റാക്കി വെച്ച് പേയ്മെൻറ്റ് 3 മാസത്തേക്ക് മതിയോ അതോ 6 മാസത്തേക്ക് മതിയോ എന്ന് നിധി ചോദിച്ചു. കല്യാണം വേഗം നടക്കണമെന്ന് സുധീഷ് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ 3 മാസത്തേക്ക് മതിയെന്ന് തീരുമാനിക്കാണ്. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് നിധി പറഞ്ഞപ്പോൾ പേയ്മെൻ്റ് ഒക്കെ താൻ അടച്ചോളാമെന്ന് സുധീഷ് പറഞ്ഞു. ഇത് കേട്ട് നികേഷും ഹരീഷും തമ്മിൽ കുശുക്കുന്നത് കണ്ട് എന്താണ് എന്ന് ചോദിക്കാണ് നിധി. സാധാരണ സുധീഷേട്ടൻ ഇങ്ങനെയൊന്നും പൈസ ചിലവാക്കാറില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് അവർ സംസാരിക്കും. അത് എൻ്റെ ചേട്ടൻ്റെ കല്യാണമല്ലേ, എൻ്റെ ചേട്ടൻ്റെ കാര്യമല്ലേ, പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് സുധീഷ് പറഞ്ഞു. പേയ്മെൻറ്റ് സക്സസ് ആയി. ഇനി പ്രൊഫൈലുകൾ വരുമ്പോൾ നോക്കി ഇഷ്ടമുള്ളത് റിക്വസ്റ്റ് അയക്കാമെന്ന് നിധി പറയാണ്. ജോലിക്ക് പോവാനിറങ്ങിയ സുഭാഷ് അവരെ കണ്ടപ്പോൾ എന്താണ് കാര്യമെന്ന് തിരക്കി. സുഭാഷേട്ടന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് സുധീഷ് പറഞ്ഞു. സുഭാഷേട്ടൻ്റെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സുഭാഷേട്ടൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. മനസ്സിൽ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നാണ് സുഭാഷേട്ടൻ്റെ ആഗ്രഹമെന്ന് നിധി ചോദിച്ചപ്പോൾ പെണ്ണായാൽ മതി എന്ന് അദ്ദേഹം ലളിതമായി തന്നെ ഉത്തരം പറഞ്ഞു. അടുത്ത വീട്ടിലെ ആ ചേച്ചിയെ മതിയോ എന്ന് നികേഷ് കളിയാക്കി ചോദിച്ചപ്പോൾ സുഭാഷേട്ടൻ്റെ കയ്യിൽ നിന്നും അവന് നല്ല തല്ല് കിട്ടി. നികേഷിൻ്റെ സങ്കല്പം ചോദിച്ചപ്പോൾ അവൻ വേഗം തന്നെ പറഞ്ഞു, എനിക്ക് നല്ല ഗ്ലാമർ വേണം, നല്ല പഠിപ്പ് വേണം, പിന്നെ ജോലി വേണം, തനിക്ക് പണിയില്ലെങ്കിൽ തന്നെ നോക്കണമെന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ സുഭാഷേട്ടന് അങ്ങനെയൊന്നുമില്ലേ എന്ന് നിധി വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നല്ല മുടിയുള്ള പെണ്ണായിരിക്കണം, താൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കൂടെ നിൽക്കണം, തന്നെ വഴക്ക് പറയരുത്, നല്ല സന്തോഷമുള്ള കുടുംബിനിയായിരിക്കണം, അങ്ങനെ പറയായിരിക്കും. സുഭാഷേട്ടനാണെങ്കിൽ സുനന്ദേനെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നല്ല സന്തോഷമുള്ള കുടുംബമായിരിക്കണമെന്നൊക്കെ പറയും. ഇത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന ആൾ കുറേ കാര്യങ്ങളും അങ്ങനെ വായ്ത്തോരാതെ പറയുന്നുണ്ടല്ലോ എന്ന് ഹരീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സങ്കല്പം ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പത് 3-4 പേജാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സുഭാഷേട്ടനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കാണ്. സുഭാഷേട്ടൻ എന്തായാലും നല്ലൊരു ബന്ധം തന്നെ കിട്ടുമെന്ന് നിധി ഉറപ്പ് നൽകി. സുഭാഷേട്ടൻ്റെ മനസ്സിലെ ടെൻഷൻ നിധിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ സുഭാഷേട്ടൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നായിരിക്കട്ടെ അവരെല്ലാവരും തീരുമാനിക്കുന്നത്. സുഭാഷേട്ടൻ്റെ കല്യാണാലോചനകൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ID ക്രിയേറ്റ് ചെയ്ത് കൃത്യം 3-ാം ദിവസം തന്നെ സുഭാഷേട്ടൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. മാട്രിമോണിയിൽ നിന്നും വന്ന ആദ്യത്തെ താല്പര്യം. നികേഷും ഹരീഷും കൂടി സുഭാഷേട്ടനെ വളഞ്ഞു. ദാ നോക്കിക്കേ സുഭാഷേട്ട, പാലക്കാട് നിന്ന് ആലോചനയാണ്, പേര് അഞ്ജലി, നേഴ്സാണ്, കാണാനും നല്ല ലുക്കുണ്ട്, നികേഷ് ആവേശത്തോടെ പറഞ്ഞു. സുഭാഷേട്ടൻ ആകെ ചമ്മിപ്പോയി. എടാ ഇതൊന്നും വേണ്ടായിരുന്നു, നമ്മൾ നോക്കിയിട്ട് അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നായിരുന്നു സുഭാഷേട്ടൻ്റെ പേടി. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. നിധി തന്നെ മുൻകൈയെടുത്ത് ആ കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിച്ചു. സുഭാഷേട്ടൻ്റെ പാവം പ്രകൃതവും ഉത്തരവാദിത്വവും കേട്ടപ്പോൾ അവൾക്ക് താല്പര്യം തോന്നി. അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ നിശ്ചയിച്ചു. രാവിലെ തന്നെ നികേഷ് സുഭാഷേട്ടനെ കൂട്ടി ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും സുഭാഷേട്ടൻ അതിനൊന്നും സമ്മതിച്ചില്ല. എടാ ഉള്ള രൂപം വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കല്യാണം, അല്ലാതെ വെളുപ്പിച്ചിട്ടൊന്നും എനിക്ക് ഈ ബന്ധം വേണ്ട എന്നായിരുന്നു സുഭാഷേട്ടൻ്റെ നിലപാട്. അവസാനം ഒരു വെള്ള ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ടതിന് സുഭാഷേട്ടൻ റെഡിയായി. നിധിയും സുധീഷും കൂടെ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണൽ ചടങ്ങിൽ സുഭാഷും അഞ്ജലിയും തനിയെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. സുഭാഷേട്ടൻ പതിവ് പോലെ തന്നെ സത്യസന്ധമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു.
എനിക്ക് വലിയ ഗമയൊന്നുമില്ല മോളെ, ഞാനൊരു പാവമാണ്. എനിക്ക് അടുക്കള പണിയൊക്കെ അറിയാം. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അഞ്ജലിക്ക് ആ സത്യസന്ധത വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു പാവം മനുഷ്യനെ കിട്ടാൻ വളരെയധികം പ്രയാസമാണ് എന്ന് അവൾക്ക് തോന്നി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സുഭാഷേട്ടൻ്റെ മുഖത്ത് ചെറിയൊരു തിളക്കം. പക്ഷേ അപ്പോഴേക്കും സുനന്ദയുടെ കാര്യം ഓർക്കുമ്പോൾ അതൊരു വിങ്ങലായി മാറിയിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം സുനന്ദ സുഭാഷേട്ടനെ കാണാൻ വന്നു. സുഭാഷേട്ട, എനിക്കറിയാം അഞ്ജലി നല്ല കുട്ടിയാണ്. ചേട്ടൻ സമാധാനമായിട്ട് കല്യാണം കഴിക്കണം. നമ്മുടെ ഇഷ്ടം അതെന്നും ഒരു ഓർമ്മയായി ഇവിടെ ഉണ്ടാവും. സുനന്ദയുടെ ആ ഒരു വാക്കുകൾ സുഭാഷേട്ടൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം ഇറക്കി വെച്ചു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു നിശ്ചയം നടത്തി. നിധി ആ വീട്ടിലെ മൂത്ത മരുമകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടതിന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടത്തി. സുധീഷും നിധിയും തമ്മിലുള്ള ആ ഒരു അകൽച്ച കുറയാൻ വേണ്ടിയിട്ട് ഈ തിരക്കുകളെല്ലാം കാരണമായി. കല്യാണ ദിവസം സുഭാഷേട്ടനെ കൈപിടിച്ച് അഞ്ജലി ആ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ ഒരു പൂത്തിരി കത്തിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ചിരിച്ചും കളിച്ചും ആ ഒരു നിമിഷം ആഘോഷമായി മാറ്റുമ്പോൾ സുഭാഷേട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തനിക്ക് തുണയായി വഴക്കുണ്ടാക്കാത്ത സ്നേഹമുള്ള ഒരു കുട്ടി കിട്ടിയെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ ആ ഒരു വീട് ഒരു കൊച്ചു സ്വർഗമാവുമെന്നൊക്കെ ചിന്തയോടുകൂടി തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോடு നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പക്ഷേ ഇതിലൊരു വമ്പൻ ട്വിസ്റ്റ് വരുന്നുണ്ട്. അതിനി നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.